സമ്പൂർണമായി നൽകാൻ ബലിവേദി മുന്നിൽ അണയുന്നു ഞങ്ങൾ അഖിലേശ്വരാ. അൾത്താരയിൽ വയ്ക്കാൻ ആത്മാവിനൊരു പിടി കാഴ്ചകളുണ്ടല്ലോ സർവേശ്വരാ. സമ്പൂർണമായി നൽകാൻ ബലിവേദി മുന്നിൽ അണയുന്നു ഞങ്ങൾ അഖിലേശ്വരാ. അൾത്താരയിൽ വയ്ക്കാൻ ആത്മാവിലൊരു പിടി കാഴ്ചകളുണ്ടല്ലോ സർവേശ്വരാ. ബലിവേദിയിൽ ഉയരുന്ന യാഗത്തിൽ കൃപമാരിയായി പെയ്യും നിമിഷങ്ങളിൽ നിൻ കരവേലയാൽ ഈ പുണ്യമണ്ണിൽ പരമാണു പോലും തുടിച്ചുയരും. ബലിവേദിയിൽ ഉയരുന്ന യാഗത്തിൽ കൃപമാരിയായി പെയ്യും നിമിഷങ്ങളിൽ നിൻ കരവേലയാൽ ഈ പുണ്യമണ്ണിൽ പരമാണു പോലും തുടിച്ചുയരും. സൃഷ്ടപ്രപഞ്ചത്തിൽ മകുടമായി നീ തീർത്ത മാനവരെല്ലാം സ്തുതിച്ചു പാടും. സമ്പൂർണമായി നൽകാൻ ബലിവേദി മുന്നിൽ അണയുന്നു ഞങ്ങൾ അഖിലേശ്വരാ. അൾത്താരയിൽ വയ്ക്കാൻ ആത്മാവിലൊരു പിടി കാഴ്ചകളുണ്ടല്ലോ സർവേശ്വരാ. സമ്പൂർണമായി നൽകാൻ ബലിവേദി മുന്നിൽ അണയുന്നു ഞങ്ങൾ അഖിലേശ്വരാ. അൾത്താരയിൽ വയ്ക്കാൻ ആത്മാവിലൊരു പിടി കാഴ്ചകളുണ്ടല്ലോ സർവേശ്വരാ. ബലിജീവിതം തുടരുന്ന പാതയിൽ തെളിനാളമായി നിൽക്കും വചനങ്ങളും നിൻ കരവേലയും ആത്മീയശക്തിയും കരുണാദ്രനാഥ പകർന്നിടണേ. ബലിജീവിതം തുടരുന്ന പാതയിൽ തെളിനാളമായി നിൽക്കും വചനങ്ങളും നിൻ കരവേലയും ആത്മീയശക്തിയും കരുണാദ്രനാഥ പകർന്നിടണേ. സമ്പൂർണമായി നൽകാൻ ബലിവേദി മുന്നിൽ അണയുന്നു ഞങ്ങൾ അഖിലേശ്വരാ. അൾത്താരയിൽ വയ്ക്കാൻ ആത്മാവിലൊരു പിടി കാഴ്ചകളുണ്ടല്ലോ സർവേശ്വരാ. സമ്പൂർണമായി നൽകാൻ ബലിവേദി മുന്നിൽ അണയുന്നു ഞങ്ങൾ അഖിലേശ്വരാ. അൾത്താരയിൽ വയ്ക്കാൻ ആത്മാവിലൊരു പിടി കാഴ്ചകളുണ്ടല്ലോ സർവേശ്വരാ. ബലിവേദിയിൽ ഉയരുന്ന യാഗത്തിൽ കൃപമാരിയായി പെയ്യും നിമിഷങ്ങളിൽ നിൻ കരവേലയാൽ ഈ പുണ്യമണ്ണിൽ പരമാണു പോലും തുടിച്ചുയരും.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയൊടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശാ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. താതനും പുത്രനും റൂഹായ്ക്കുമാതരാം കീർത്തനഗീതികൾ എന്നേരവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ പ്രവചനങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ഒരു ആശീർവദിച്ചാണ്. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മമതയും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങൾ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 43 മുതൽ 51 വരെ തിരുവചനങ്ങൾ. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പീലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സൈദായിൽ നിന്നുള്ളവനായിരുന്നു. പീലിപ്പോസ് നത്താനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നുവല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും ദൈവപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ വിചിന്തനം അച്ഛൻ ആരംഭിക്കുക ഇന്ന് പ്രഭാതത്തിൽ അച്ഛൻ കിട്ടിയ ഒരു വാട്സപ്പ് സന്ദേശത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. ഒരു ഓഡിയോ മെസ്സേജാണ്. അച്ഛാ, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നു, എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് വളരെ ഉപകാരമായി എന്ന് ഒരു കൊറോണ രോഗി ഇട്ടിരിക്കുന്ന വോയിസ് മെസ്സേജാണ്. ഇനി ഞാൻ അച്ഛൻ കുർബാനയ്ക്ക് ഒരു കുടുംബത്തെക്കുറിച്ച്, രോഗികളെക്കുറിച്ച് പറഞ്ഞു. വലിയ വിഷമം തോന്നി. അച്ഛൻ ഉറക്കം തന്നെ വളരെയേറെ അസ്വസ്ഥപ്പെട്ടു എന്ന്. അപ്പോൾ അന്ന് രാത്രി അച്ഛന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയെ ആൾക്ക് ഞാൻ വീഡിയോ കോളിൽ വിളിച്ചു. അപ്പോൾ ഒന്നും സംസാരിക്കാനേ പറ്റുന്നില്ല. അതിങ്ങനെ കൈ കാണിച്ചു. വീഡിയോ കോൾ ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെ വലിയ വിഷമം തോന്നി. അച്ഛനപ്പോൾ ഇയാളുടെ ബന്ധുക്കൾ റോമിലുണ്ട്, ദുബായിലുണ്ട്, മലയാറ്റൂരുണ്ട്, പിന്നെ തവളപ്പാറയുണ്ട്. ഈ 4 സ്ഥലങ്ങളിലേക്ക് അച്ഛൻ രാത്രി തന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് എത്രയും വേഗം ആളെ കറുറ്റിയിലെ കോവിഡ് സെൻ്ററിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായിട്ട് എത്രയും വേഗം ഇടപെടലുകൾ നടത്താൻ ആവശ്യപ്പെട്ടു. എന്തായാലും അത് ഫലം കണ്ടു. ഇന്നലെ ആളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതിൻ്റെ തലേ ദിവസം പറവൂര് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് രാത്രി 11:30 കൊണ്ടുവന്നിട്ട് അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കറുറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഹാർട്ടിന് ഓപ്പറേഷനെ കഴിഞ്ഞ് വളരെ പ്രത്യേക ആരോഗ്യാവസ്ഥയിലുള്ള ഒരാളായതുകൊണ്ട് അച്ഛൻ വലിയ വിഷമം തോന്നി. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് അച്ഛൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ഓഡിയോ മെസ്സേജ് വന്നപ്പോൾ വലിയ സന്തോഷം തോന്നിയത്. അച്ഛൻ ഇന്ന് ഈ കാര്യം, ഈ തിരുവചന വിചിന്തനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നത്തെ കൊന്തയുടെ ആരംഭത്തിൽ അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നത് മെഡിക്കൽ കോളേജ് എന്നതിന് പകരം മരിയൻ കോളേജ് എന്നാണ്. ഈ കാലഘട്ടത്തിലെ പല രോഗങ്ങളും വ്യാധികളും ഒക്കെ സൗഖ്യമാകാൻ മരിയൻ കോളേജിലേക്ക് രോഗികളെ, മനുഷ്യരെ മാറ്റണം. അവിടെ വളരെയേറെ സംവിധാനങ്ങളുണ്ട്. മരിയൻ കോളേജിലെ കാര്യങ്ങളൊക്കെ
നോക്കുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അവിടെ ഏറെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ട്. വിശുദ്ധ ലൂക്കായാണെങ്കിൽ ഒന്നാന്തരം ഭിഷഗ്വരനാണെന്നാണ് സുവിശേഷം തന്നെ സാക്ഷ്യപ്പെടുത്തുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് കൊന്തയിൽ നമ്മൾ പറയുന്നൊരു വാചകമില്ല, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേല്, ദൈവന്മാർ വിശുദ്ധ ഗബ്രിയേല്, വിശുദ്ധ റഫായേല്, ഈ മുഖ്യദൂതന്മാരുടെ തിരുനാൾ ദിവസമാണ്. ഇവരൊക്കെ അവിടെ വളരെ റെഡിയാണ്. ഗബ്രിയേലാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട ദൂതനാണ്. കാരണം ദൈവവചനത്തിലേക്ക്, ദൈവാത്മാവിനുള്ള ബന്ധത്തിലേക്ക്, പരിശുദ്ധ ത്രിത്വ അനുഭവത്തിലേക്ക് പരിശുദ്ധ അമ്മയെ തന്നെ കൊണ്ടുവരുന്നതിന് നിയോഗിക്കപ്പെട്ട ഗബ്രിയേലിനോട് എന്തു പറഞ്ഞാലും മറിയം പറഞ്ഞാലും ചെയ്യും. കാരണം ഗബ്രിയേൽ തന്നെ അത്ഭുതസ്ഥനായിട്ട് മറിയത്തിന് മുമ്പിൽ നിന്ന് പോയത്, മറിയത്തെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് വരെ ഗബ്രിയേലിന് ഭാഗ്യം കിട്ടിയവനാണ്. കാരണം ദൈവവചനം ആദ്യം പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. അല്ലാതെ ഭയവും വിഷമമൊക്കെയായി. അത്ര കടുത്ത കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ആശ്വസിപ്പിച്ചു. അപ്പം അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം വളരെ തീവ്രതരമാണ്. തോബിത്താണെങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ പല അവസ്ഥകളോടൊക്കെ ബന്ധപ്പെട്ട് പല വ്യക്തികളെയും കുടുംബങ്ങളെയൊക്കെ ഇറങ്ങിച്ചെന്ന് ഇടപെടുന്നതിൽ മിടുക്കനാണ്. എത്ര ദൂരം മനുഷ്യരോടൊപ്പം യാത്ര ചെയ്യാനും അവരുടെ കാര്യങ്ങൾ ഇടപെടാനും, പ്രത്യേകിച്ച് തിന്മയുടെ അരൂപി, പൈശാചിക അരൂപിയൊക്കെ ബാധിച്ച അവസ്ഥകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനുമൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, ഏതറ്റം വരെയും പോകാൻ, എത്ര നാൾ കൂടെ നടക്കാൻ തയ്യാറായിട്ടുള്ള ദൂതനാണ് റഫായേൽ. അത് വിശദീകരിച്ചത് തോബിത്തിൻ്റെ കഥ മുഴുവൻ ഓർത്തിട്ടാണ്. അതിങ്ങനെ വെല്ലുവിളിച്ചും പോലെ മുഴുവൻ ആ പുസ്തകം മുഴുവൻ അച്ഛൻ്റെ മനസ്സിലിങ്ങനെ നിറയുകയായിരുന്നു. ഈ കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തുമാത്രമാണെന്നറിയോ? അതിൽ പറയുന്നുണ്ട്, സാറ, തോബിയാസിൻ്റെ ഭാര്യയായി തീരാനുള്ള സാറായുടെ അവസ്ഥയെന്ന് അവൾ വേദനയും വിഷമമൊക്കെ വന്നപ്പോൾ വല്ലാതെ തകർന്നു പോയി. എന്നിട്ട് തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവർക്ക് തോന്നിപ്പോയി എന്നാണ് പറയുന്നത്. ഈ കോവിഡ് കാലത്ത് എത്രയോ രോഗികൾ, കോവിഡ് രോഗികൾ അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു, കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു, പല തരത്തിൽ. അപ്പോൾ ഈ സാറായുടെ അവസ്ഥയിൽ റഫായേൽ മാലാഖയാണ് ഇടപെടുന്നത്. അതുപോലെ തന്നെ അവളെ ബാധിച്ച തിന്മയുടെ അരൂപി, അതിൽ നിന്ന് അസ്മോദേവൂസിനെ ദുഷ്ടപിശാചിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്നത് ഈ റഫായേൽ മാലാഖയാണ്. വെളിപാട് പുസ്തകത്തിൽ 10-12 അധ്യായങ്ങളിലാണ് മിഖായേൽ മാലാഖയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരിക. തിന്മയുടെ എല്ലാ അരൂപികളിൽ നിന്നും മോചിപ്പിക്കാൻ പ്രത്യേകം നിയുക്തനായ മാലാഖ. അപ്പോൾ ഈ 3 മാലാഖമാരും ഈ മരിയൻ കോളേജിലെ മെയിൻ താരങ്ങളാണ്. പിന്നെ നമ്മുടെ അൽത്താരയിൽ തന്നെ കാണുന്ന ഗീവർഗീസും അന്തോണിസ് പുണ്യവാനും സെബസ്ത്യാനോസ് പുണ്യവാനും ഒക്കെ അവിടുത്തെ പ്രധാന ശുശ്രൂഷകരാണ്. തീർന്നുപോയ ചൈതന്യം, ജീവൻ തന്നെ തീർന്നു പോകുന്ന അവസ്ഥയിൽ അവരുടെയൊക്കെ ഇടപെടൽ എന്ന് പറയുന്നത് അതിമഹത്തരമാണ്. ഈ പറഞ്ഞ രോഗിയോട് ബന്ധപ്പെട്ട പെട്ടെന്ന് ഓർക്കുന്നത്, ആ ഇടവയിലെ ഒരു മുൻ വികാരിയച്ഛൻ തന്നെ വേറൊരാൾക്ക് ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ രോഗി അവൻ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുന്ന് കിട്ടിയതാണ്. എന്നാൽ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഈ രോഗി 6 മാസമായിട്ട് പുറത്തിറങ്ങാതെ അത്രയും സുരക്ഷിതത്തിൽ ജീവിച്ച ആളാണ്. ആളുകൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടാകുമ്പോൾ വാർത്തകൾ പരത്താനായിട്ടൊരു വിഷമില്ല. ഈ പറഞ്ഞ മനുഷ്യർ അവനൊന്ന് ഫോണിൽ പോലും വിളിച്ചിട്ടുണ്ടാവില്ലടാ, നിനക്ക് എന്താ അവസ്ഥ, നിനക്ക് എന്താ വിഷമം പറ്റി, എങ്ങനെ ഇത് വന്ന് എന്ന് പോലും ചോദിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വാർത്തകൾ വരുത്താനായിട്ട് ഇഷ്ടംപോലെ മനുഷ്യർക്ക് വളരെ എളുപ്പമാണ്. കൊറോണയെക്കാളും കൂടുതൽ ഇന്ന് വൈറസായിട്ട് പടരുന്നത് മനുഷ്യൻ്റെ സംസാരത്തിലൂടെയൊക്കെയുള്ള മാലിന്യങ്ങളാണ്. മാസ്ക് വയ്ക്കുന്നത് കൊറോണ വൈറസ് പടരാതിരിക്കാൻ എന്നതിനേക്കാൾ പരദൂഷണത്തിൻ്റെ അരൂപിയെങ്കിലും മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മാസ്ക് ഏതെങ്കിലും കമ്പനി ഒന്ന് ഉൽപ്പാദിപ്പിച്ച് നൽകിയിരുന്നെങ്കിൽ
രീതിയിൽ വേണമെങ്കിൽ സങ്കീർത്തനം 46:10 ചോദിച്ചാൽ ചിലപ്പോൾ അത് കിട്ടും. സ്പെഷ്യൽ മാസ്കാണത്. എന്താണ്? പ്രശാന്തനാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നിങ്ങൾ സംസാരിക്കേണ്ട, ഞാൻ സംസാരിച്ചുകൊള്ളാമെന്ന് തമ്പുരാൻ പറയുന്നത് കേട്ടാൽ ചെന്ത് പറയുന്നത് ഈ പറഞ്ഞ കുടുംബം ഇതോടൊക്കെ ബന്ധപ്പെട്ട് അനുഭവിച്ച വേദന ഇത്തരത്തിലുള്ളതാണ്. ഇന്നും കൊറോണ രോഗികളെ രോഗമാണ് ചികിത്സിക്കപ്പെടേണ്ടത്, രോഗികളെയല്ല എന്നൊക്കെ മാറ്റി നിർത്തപ്പെടരുതെന്നൊക്കെ പറഞ്ഞ സന്ദേശങ്ങളൊക്കെ എപ്പോഴും നൽകപ്പെടുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ഇന്നത് വലിയ അവസ്ഥകളാണ്. എന്നാൽ അവസ്ഥയിലെത്തുന്ന ഒരു കുടുംബത്തിൻ്റെ വ്യക്തികളുടെയൊക്കെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് പ്രധാനമാണ്. ഈ പശ്ചാത്തലത്തിലാണ് അച്ഛനെ അത് കൊന്തയുടെ ആരംഭത്തിൽ ഈ വാക്ക് മരിയൻ മെഡിക്കൽ കോളേജ് എന്നതിന് പകരം മരിയൻ കോളേജ് എന്ന വാക്ക് ഉണർത്തിക്കൊണ്ട് ഈ മാലാഖമാരെ കുറിച്ച്, വിശുദ്ധരെക്കുറിച്ച്, അവരുടെ മധ്യസ്ഥാനുഭവത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ചും അച്ഛൻ തന്നെ വലിയ വിഷമിച്ചു പോയി. കാരണം മനുഷ്യൻ 10 ലക്ഷം രൂപ ചിലവാക്കിയാണ് ഹാർട്ടിൻ്റെ ഓപ്പറേഷനൊക്കെ ചിലവാക്കിയത്. അങ്ങനെ വിഷമിക്കുന്ന അവസ്ഥയിൽ ഈ രോഗം ബാധിച്ച് ഇങ്ങനെ മരണത്തെ പോലും വളരെ അടുത്ത് അച്ഛൻ അദ്ദേഹത്തിനടുത്തെത്തിയതുപോലെ തോന്നിപ്പോയി. അതുകൊണ്ട് വേദനിച്ച് എന്നിട്ട് തമ്പുരാനെ അങ്ങ് ഇടപെടണമേ എന്നിട്ട് ഈ പറഞ്ഞ പലരോടും ബന്ധപ്പെട്ട് വിളിച്ചു പറയാൻ ഇടപെടാനായിട്ട് അച്ഛൻ തന്നെ ആവശ്യപ്പെടാനിടയായത്. നിങ്ങളൊന്ന് ഓർക്കുക, അച്ഛന് 200 ഇടവകയിൽ ഒരു കുടുംബം എന്നത് മാത്രമേ അച്ഛന് ബന്ധമുള്ളൂ കേട്ടോ. അച്ഛൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആരുമല്ല. പക്ഷെ പൗരോഹിത്യം നൽകുന്ന ബാധ്യത, ബന്ധം അത് തീവ്രതരമാണ്. നീ ബലിയർപ്പിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങൾ കുറേ കൂടി ഹൃദയവിശുദ്ധിയുള്ളതാകാം, മനുഷ്യവേദനകളിൽ പങ്കുചേരുന്നതാകാം. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് പുലർത്തേണ്ട നിഷ്ഠകൾ എന്തൊക്കെയാണ് ആത്മീയമായ തലത്തിൽ ഞങ്ങൾക്കുള്ള ചിന്തിക്കാൻ, ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയിൽ എടുത്തു മാറ്റിയതുപോലെ എല്ലാ ഭയവും ഇല്ലാതാക്കാൻ. ഇന്നത്തെ വചനത്തിൽ ലേഖനത്തിൽ വെച്ച് ഈ മൊബൈലെടുത്ത് കൈപ്പിടിച്ച് ഇന്നത്തെ ആ ലേഖനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി അതിലേക്ക് എത്തിയില്ല. എന്താണ് പൗലോസ് ശ്ലീഹ പറയുക? തീത്തോസിനോട് പറയുകയാണ്, യേശു ക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന്, അത് വായിച്ചു വചനം മനസ്സിലാവുന്നത്, എല്ലാ രോഗങ്ങളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി, ശുദ്ധീകരിക്കൽ സാനിറ്റൈസർ കൊണ്ടല്ല, കുളിച്ചുകൊണ്ടുപോലും അതിനപ്പുറത്ത് തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതുമായി നമ്മെ പ്രതി തന്നെ തന്നെ സമർപ്പിച്ചു. ഇതാണ് പൗലോസ് ശ്ലീഹ പറയുക. ഇന്നത്തെ ലേഖനത്തിലെ വചനഭാഗം വാസ്തവത്തിൽ ഒറ്റ വാചകമാണ്. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് അച്ഛനത് നോക്കിക്കഴിയുമ്പോഴാണ് അത് ഒറ്റ വാചകമാണ്. അത് മലയാളം ബൈബിളിൽ 2-3 വാചകങ്ങളായിട്ട് മാറ്റി എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലാദ്യത്തെ കാര്യം, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ ആദ്യ വാചകം അച്ഛനെ ഗബ്രിയേൽ മാലാഖയിലേക്കാണ് എത്തിച്ചത്. പരിശുദ്ധ അമ്മയാണ് ഇത് ഏറ്റവും ആഴത്തിൽ അനുഭവിച്ചത്, പൗലോസും അനുഭവിച്ചു. അതുകൊണ്ടാണ് പൗലോസ് തീത്തോസിനോട് എഴുതുക. അതുകൊണ്ട് ഈ വചനങ്ങളുടെ ആഴപ്പെട്ട തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാനും അനുഗ്രഹീതമാകാനും അനേകർക്ക് നാം തന്നെ അനുഗ്രഹമായി മാറാനും അങ്ങനെ നാം അനുഗ്രഹമായി മാറാനും ഒക്കെ ഇടയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. ഇന്നത്തെ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവാങ്ങം അച്ഛൻ 2 നാൾ മുമ്പ് പോയി രോഗിലേഖനം കൊടുത്ത സിസിലി എലിമ മഞ്ഞളി 12ാം യൂണിറ്റിലെ മരണമടഞ്ഞു. ആ വെല്ലുവിളിക്ക് വേണ്ടി നമുക്ക് ബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാധാനിക്കുകയും എല്ലാ നിയമവും പൂർത്തിയാക്കുകയും ചെയ്ത വിഷയമായി ഞങ്ങളുടെ മേലധികാരികളെ അംഗീകരിക്കുവാനും അവരുടെ ആഗ്രഹം അനുസരിക്കുവാനും ഞങ്ങൾ ശക്തരാക്കണമെന്ന് നിന്നോടാണ് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ധൈര്യത്തോടുകൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുക ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താപമലയിൽ വെച്ച് രൂപം കൊണ്ടിരിക്കുകയും നിന്റെ മഹത്വം കൊണ്ട് വീതിപ്പുകൊണ്ട് വലത്തെ
അന്തർദൃശ്യമായി ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, ഒരു ദിവസത്തെ മൗനപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശമയച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരുവാദിശനുമായ മാർ ജോർജ് ശ്രേഷ്ഠമിത്താപ്പോലത്തായും ഞങ്ങളുടെ പിതാവായ മാർ ആന്റണിയോ മിത്രാനെയും സുവാദശന്മാരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉത്താനവും പ്രതീക്ഷയുമായ വിഷയം നീ കുശലത്തോടുകൂടി വാനമേഖലകളിൽ അകലനാകുമ്പോൾ നിന്റെ ഓർത്ത വാർത്ത അണിനിരക്കുവാൻ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിന്റെ പുത്രന്റെ സന്താനം സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ, ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവായ്പ വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളടയ്ക്കും ദിവ്യബലി. നിന്റെ സുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. ഞങ്ങളെയും നിൻ തിരുമുൻപിൽ കാഴ്ചവെക്കും അങ്ങേ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേലിവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഭാവിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ, ഈശ്വര സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചര കർത്താവ ദൈവത്തിനു ബലി അർപ്പിക്കൂ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം
എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ, വീണ്ടും വരോനും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംഹരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അമ്മകളുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിനും ഈ ഇടവക മുഴുവനും വേണ്ടിയും ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നതീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം ഭക്ഷിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തി ജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും
പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമളാശ്വാസങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥാവത്താന ഘടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോനർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപമണിയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താലിനെ സുഗന്ധപൂരിതനാക്കണമേ. വഴി തെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യം നേടും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശ്രമത്തോടെ അപരാധങ്ങളിൽ നിന്നുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകല പുണ്യനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവചനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ദൈവപുത്രനെ മരണം വഴി കുരിശിൽ മരിച്ചു. കുരിശാകുന്നതിനെ അച്ചാരം കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായി കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി കുരിശിലെ രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവം തന്റെ രാജ്യത്തിന് അവകാശമാക്കട്ടെ. സഹനം വഴിയായി മരണത്തിന്മേൽ ശാശ്വത വിജയം നേടിയ നാഥാ, രാജമഹേശ ദൈവകുമാരാ, വിനയമോടെ വന്ദിക്കുന്നു. വിജയകിരീടം ചൂടിയ നാഥാ, മർത്യകുലത്തിൻ രക്ഷകനീശോ, സാദരമങ്ങേ വാഴ്ത്തിയിടുന്നു. തിന്മകളെല്ലാം നീക്കി ജഗത്തിൽ നിർമ്മല കിരണം വീശിയ നാഥാ, അന്തിമ ദിവസം മഹിമയുടങ്ങി സന്നിധിയണയാൻ വരമരുളീണം. സഹനം വഴിയായി മരണത്തിന്മേൽ ശാശ്വത വിജയം നേടിയ നാഥാ, രാജമഹേശ ദൈവകുമാരാ, വിനയമൊടങ്ങി വന്ദിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനിയുമായി ദാനത്തെക്കുറിച്ച് കർത്താവിനെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ചായിരിക്കുവാൻ ഞങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അവരുടെ പോഷപ്പെട്ട കാര്യങ്ങളെ നരനമാകാതെ കാക്കണമേ. നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഈ പൗരോഹിത്യത്തിലെ മഹനീയത്തിൽ പ്രതിഷ്ഠിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ നിറച്ചുകയും വിശുദ്ധമായ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ സ്നേഹം അവരെ ലോകങ്ങളിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ ഫലവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക്